ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ വെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പല്ല് തേപ്പായി, പിന്നെ സ്കിൻ കെയർ ആയി, അടുത്ത പരിപാടികളായി. എൻ്റെ കയ്യിൽ ആകെ ഒരു 3-4 പ്രൊഡക്ട്സുകൾ തന്നെ സ്കിൻ കെയർ വേണ്ടി ഞാൻ ചെയ്യാറുള്ളത്. ഇത് കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ടോണർ, മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാറില്ല, പുറത്തൊക്കെ പോവാടെ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ലിപ് ബാം, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഓർഡർ ചെയ്തിരുന്ന സാധനമാണ്. അടിപൊളി ലിപ് ബാമാണ്, കണ്ണടച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാം, കാരണം നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അങ്ങനെ പ്രൊഡക്റ്റീവ് ഡേ ആക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടിപ്പോയി കിടന്നുറങ്ങി. അതായിരുന്നു എൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ ആദ്യത്തെ ഘട്ടം. ആ ഒരു കിടപ്പ് ഒരു 12 മണി വരെ നമ്മളങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ചത് പിന്നെ കുറച്ച് അലക്കി തീർക്കാമെന്ന്. അലക്കി കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറച്ച് നേരം ഒരു നാപ്പ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. പിന്നെ വിചാരിച്ചു ഇനിയെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടില്ലേ ശരിയാവത്തില്ലെന്ന്. ഞാൻ സെൽഫ് കെയർ എന്നൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമുക്കുള്ള കുട്ടി കുട്ടി മീശയും താടിയൊക്കെ എടുത്ത് കളയാന്നുള്ളൊരു പദ്ധതിയിലേക്ക് ഞാൻ എത്തി. അപ്പം ആദ്യം അത് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഓയിലെടുത്ത് നമ്മുടെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് സെറ്റാക്കാന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ സ്വന്തമായി കാച്ചിയ എണ്ണയാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് നാൽപ്പാമരാതിയുടെ ഒരു തൈലം ഉണ്ടായിരുന്നു. ആ തൈലാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര നല്ലത് അടിപൊളി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ്, വർക്കിംഗ് ആണ്. പിന്നെ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്താലും ഇപ്പോൾ പീരിയഡ്സ് ആയി കഴിയുമ്പോൾ എനിക്ക് ഗുരുവരും 2 ദിവസം മുന്നേ. ഇപ്പോൾ ഒരു പീരിയഡ്സിൻ്റെ ഒരു ഡേസ് 2 കൂടെയാണ്. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മുടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ പ്രൊഡക്റ്റീവായിട്ടാണ് ഡെയിലി ചെയ്തെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റീവ് ഡേ എന്ന് ഉദ്ദേശിക്കുന്ന ഡേ ഒന്നും എനിക്ക് പ്രൊഡക്റ്റീവ് ഡേ ഉണ്ടായി കിട്ടാറില്ല.